ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവിലെന്നീ പവാപ്തിക്കോ രാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും നിന്ദ്രക്ക് പോലുള്ള നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാകുന്ന നീയൊന്നും തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. ആഴവേറും നിൻ മഹസ്സം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ജയിക്കുക മഹാദേവ ദിയാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക. Happy Independence Day and a very good morning to my dear Gokulas. One individual may die for an idea, but the idea will, after history, incarnate itself in thousand lives. The quote by Netaji means that our ancestors have thought of. We must strive harder every day of our life for a better India that is prosperous and equal to all its citizens. India became independent after lots of hardships and sacrifices of the brave freedom fighters. The events being the massacre of Jallianwala Bagh, the 40 land settlement system only benefiting the crown, racial discrimination and endless such floods. We have come so far that we have started taking it for granted, forgetting the true meaning of the day. This is not just a day we gather to raise the flag and eat sweets. One must keep in mind that the flag we raise is our head, that we shall never let anyone down. Us as citizens of this country should always keep the past, present and future glory alive in every moment of this day. As being the responsible citizen of the country, we should always ready to handle any emergency condition in our country. Let us unite and work hard for our goals. Let us salute today the people who fought for the independence of our country and dedicate ourselves to the service of the great nation. Be proud to be an Indian. Once again, Happy Independence Day. Jai Hind. Flag salute. Order. विजयी विश्व तिरंगा प्यारा झंडा ऊंचा रहे हमारा. विजयी विश्व तिरंगा प्यारा झंडा ऊंचा रहे हमारा. वीरों को हर्षाने वाला, प्रेम सुधा बरसाने वाला, मातृभूमि का तन मन सारा. विजयी विश्व तिरंगा प्यारा झंडा ऊंचा रहे हमारा. झंडा ऊंचा रहे हमारा. झंडा ऊंचा रहे हमारा.
മുൻപ് വിശിഷ്ടരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15. ഈ ദിവസത്തിന്റെ പ്രത്യേകത നമ്മെ ആരും ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ഓരോ ഭാരതീയന്റെയും മനസ്സിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ദിനം. അതെ, നാം സ്വതന്ത്രയായ ദിനം. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധീനതയിൽ നിന്ന് ഒരുമയോടെ, സഹനത്തിന്റെ, ക്ഷമയുടെ, വിശ്വാസത്തിന്റെ കരുത്തോടെ ഉയർത്തെഴുന്നേറ്റ ദിനം. 1947 ഓഗസ്റ്റ് 14 ലോകം മുഴുവൻ നിദ്രയിലാണ്ടപ്പോൾ 2 നൂറ്റാണ്ടുകാലം നീണ്ടുനിന്ന വിദേശാധിപത്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ഭാരതം ഒരു പുത്തൻ യുഗത്തിലേക്ക് പ്രവേശിച്ചു. പാരമ്പര്യത്തിന്റെ അന്ധകാരത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ പൊൻ വെളിച്ചത്തിലേക്ക് പദമൂന്നിയ ഭാരതാംബ ഇന്ന് 74ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. അതെ, ഓരോ ഓഗസ്റ്റ് 15-നും നാം ഈ സത്യം അയവിറക്കുന്നു. സ്വാതന്ത്ര്യം എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയണമെങ്കിൽ പാരതന്ത്ര്യം എന്താണെന്ന് അറിയണം. പുസ്തകങ്ങളിലൂടെ കേട്ടും വായിച്ചറിഞ്ഞതുമാണ് നമുക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രം. സ്വന്തം മണ്ണിൽ അന്യന്റെ വാക്കുകൾക്ക് കാതോർത്തിരുന്ന ഒരു ജനതയുടെ സഹനത്തിന്റെ വേദന എന്താണെന്ന് അറിയണം. ഉപ്പു സത്യാഗ്രഹത്തിലൂടെയും ക്വിറ്റ് ഇന്ത്യ സമരങ്ങളിലൂടെയും നിസ്സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെയും വീര്യം പങ്കെടുത്ത ഗാന്ധിജിയുടെ ഇന്ത്യ. കൊലക്കാരന് മുൻപിൽ നെഞ്ചുവെച്ചിരുന്ന ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായിന്റെയും ഇന്ത്യ. അഹിംസയുടെ വഴിത്താരെ അടിവെച്ച് മുന്നേറിയ മഹാത്മാജിയും ആ തോളോട് ചേർന്ന് നിന്ന് ധീരം എഴുന്നേറ്റ ചാച്ചാജിയും. സ്വാതന്ത്ര്യം നമ്മുടെ മൗലിക അവകാശമാണെന്ന് ഉറക്കെ ഉദ്ഘോഷിച്ച ലോകമാന്യ തിലകും. എനിക്ക് രക്തം തരിക, ഞാൻ സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ സംഘടിപ്പിച്ച നേതാജിയും അവരോടൊപ്പം മറ്റനേകം വീരപുരുഷന്മാർ സ്വപ്നം കണ്ട സ്വതന്ത്ര ഇന്ത്യ ഇന്ന് യാഥാർത്ഥ്യമാണ്. ഈ അനർഘ നിമിഷത്തിൽ നമുക്ക് സന്തോഷിക്കാം, ആഹ്ലാദിക്കാം, സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കാം. ഒരു ജനതയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി സ്വന്തം ജീവനും സ്വപ്നവും ഹോമിക്കാൻ തയ്യാറായ ആ മഹാരഥന്മാർ പകർന്നു തന്നതാണ് ഈ സ്വാതന്ത്ര്യം. ഇന്ത്യ എന്ന സ്വർഗഭൂമി വരദാനമായി ലഭിച്ച പുണ്യാത്മാക്കളാണ് നാം ഓരോരുത്തരും. നാനാത്വത്തിൽ ഏകത്വം ഭാരതം ഉന്നയിച്ച മുദ്രാവാക്യമാണിത്. ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ എന്തുകൊണ്ടും സ്വന്തമായ പേരും തനതായ സ്ഥാനവും ഭാരതത്തിനുണ്ട്. വിവിധ നിറവും ഭാഷയും മതവും ജാതിയും ഒന്നിച്ച് സ്വീകരിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ മാതൃരാജ്യത്ത് നടക്കുന്ന പ്രവണത 70 വയസ്സ് പ്രായമുള്ള മുത്തശ്ശി മുതൽ 6 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ വരെ വെറുതെ വിടാത്ത ഈ കണ്ണു കുത്തി പൊട്ടിക്കാൻ, താൻ പെരുമയുടെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ രക്തക്കറ ഒപ്പിയെടുക്കുവാൻ, സ്ത്രീ സുരക്ഷയുടെ കാവലാളാകാൻ ഇനിയും വേണ്ടേ ഒരു സ്വാതന്ത്ര്യ സമരം? അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്ത് തിന്മയും ചെയ്യാനുള്ള സമ്മതപത്രമല്ല സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നത്. സമൂഹത്തിൽ പുരോഗതിയും കൂട്ടായ്മയും ഉണ്ടാക്കുന്നതാണ് സ്വാതന്ത്ര്യം. സ്വന്തം അമ്മയുടെ ധീരരോദനം പോലും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന ഇന്നത്തെ തലമുറയെ തിരുത്തി കുറിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. നമ്മുടെ കരങ്ങൾ ഭാരതത്തിന് പ്രകാശമേകുവാനാകട്ടെ. നമുക്ക് വേണ്ടി രക്തസാക്ഷികളായ ആ ധീര യോദ്ധാക്കന്മാരെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. On 15th August 1947, India gained independence. Respected dignitaries and all my dear friends, a very warm good morning to one and all. I am Anurika of 10th standard. Do you know what today is? Yes, it's Independence Day, and today I would like to speak a few words about the freedom struggle. So, this is how it all began. With the arrival of the Portuguese explorer Vasco da Gama, many other European explorers started to arrive on Indian shores. But they came with the objective to collect spices. At the end of the 1600s, Queen Elizabeth allowed a large troop of merchants
to establish trade with East Indies, India, and parts of Southeast Asia, which later came to be known as the East India Company. The company was corrupt and demanded high revenue, which increased poverty. In 1751, a military troop led by Robert Clive defeated the Bengal Nawab Siraj ud Dowla. This was the first victory of the British, and after this victory, the British Raj was established in India. Over decades, Dalhousie and Canning took over a lot of small territories in India like Jhansi, Nagpur and Awadh. Later on, the British Empire expanded all over India. Rani Lakshmi Bai was one of the first people who started the first wars of independence. This was the starting of Indian independence movement. Then, as we all know, the INC was formed. Men like Rabindranath Tagore and Swami Vivekananda started spreading the message that all of us Indians must be passionate about freedom. Mahatma Gandhi was the first person who took the freedom struggle to a national level. In 1919, the British opened fire upon a peaceful procession in Punjab, killing hundreds. This incident is still remembered as the Jallianwala Bagh incident or the Jallianwala Bagh massacre. As a response, Mahatma Gandhi launched the non-cooperation movement. He also launched the Dandi March. He, and with his trusted 78 volunteers and many others, marched from Ahmedabad to Dandi to boil seawater and obtain salt, eventually breaking the salt law imposed. Next up was the Quit India movement launched by Gandhiji in 1942. This movement was endorsed after talks between the British and Congress had failed. Indians urged that they wouldn't follow British policies and laws. This led to mass struggles and fights. Finally, after all the struggles, hardship and fights, British Prime Minister Fleming Attlee decided that India must be given independence. So, on 15th August 1947, India was declared independent. So, we all celebrate this wonderful day to cherish and remember all those freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Bhagat Singh, Bal Gangadhar Tilak and Subhash Chandra Bose. Various programs are conducted in schools, colleges and public buildings. Also, all of us Indians set aside the differences and celebrate this wonderful day by thanking all those heroes who has gained us freedom, and we are free to live like free birds. Also, to give rise to patriotism, the tricolor flag or our Indian flag is hoisted in schools, colleges and public buildings. Also, sweets are distributed among all of us to symbolize the sweetness of freedom. So, I would like to conclude my speech by saying that all of us must be grateful to all those wonderful humans who has gained us freedom. So, I would like to wish all my teachers, sisters, brothers and elders a very happy and peaceful Independence Day. Thank you and have a nice day. नमस्ते माननीय प्रधानाचार्य जी, आदरणीय शिक्षकगण और मेरे प्यारे दोस्तों, आप सभी को इस स्वतंत्रता दिवस की हार्दिक शुभकामनाएं। हमारे देश की आज़ादी के लिए जिन शूर वीरों ने अपने प्राणों की आहुति दी, उन्हें मेरे कोटि कोटि प्रणाम। आज हम यहाँ 15 अगस्त को स्वतंत्रता दिवस के पावन अवसर को मनाने के लिए उपस्थित हुए हैं। आज ही के दिन हम सभी भारतवासियों के लिए
आनंद, उत्साह और अभिमान का दिन है। आज ही के दिन सन 1957 में हमारा भारत देश ब्रिटिश शासन से स्वतंत्र हुआ था। हमारे देश को स्वतंत्र बनाने के लिए महात्मा गांधी, पंडित जवाहरलाल नेहरू, लोकमान्य तिलक, नेताजी सुभाष चंद्र बोस, भगत सिंह और जैसे स्वतंत्रता सेनानियों ने अपने प्राणों की आहुति दी। देश के लिए इनके समर्पण को हम कभी भूल नहीं सकते हैं। स्वतंत्रता के बाद हमारा भारत देश विज्ञान, खेती, क्रीड़ा, शिक्षा जैसे कई क्षेत्रों में उन्नति कर रहा है, पर आज भी हमारे देश में आतंकवाद, भ्रष्टाचार, असमानता, बेरोजगारी जैसी समस्याएं हैं। चलिए आज हम सब प्रतिज्ञा करते हैं कि इन समस्याओं को सुलझाने के लिए हम पूरे प्रयास करेंगे और भारत को विश्व का बेहतरीन देश बनाएंगे। जय हिंद, जय भारत। धन्यवाद।
ഭാരതം തന്നിലെ ധീരദേശാഭിമാനികളെ സലാം. ചോരയും വീര്യവും ജീവനും ത്യജിച്ച യോദ്ധാക്കളെ സലാം. ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ഓ जय किसानो जय जवानो जय किसानो जय जवान. जय किसानो जय जवानो जय किसानो जय जवान. ശാന്തി മന്ത്രമായി ഹിന്ദുവും മനസ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമോദി മുസൽമാനും. ഒരു നറുമലരിതനു പോലെ മനസ്സ് ചേർത്തിടാം ഭാരതമാതാവിന്റെ മടിയിൽ ചാഞ്ഞുറങ്ങിടാം. വിവിധ ഭാഷ വേഷത്തിൽ കീർത്തിയാർന്ന നാട്. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ഓ जय किसानो जय जवान जय किसानो जय जवान. जय किसानो जय जवान जय किसानो जय जवान. जय किसानो जय जवान जय किसानो जय जवान. सारे जहान से अच्छा हिंदुस्तान हमारा. सारे जहान से अच्छा हिंदुस्तान हमारा. हम बुलबुले इसकी ये गुलसितान हमारा. हम बुलबुले इसकी ये गुलसितान हमारा. सारे जहान से अच्छा हिंदुस्तान हमारा. पर्वत वो सबसे ऊंचा हमसाया आसमान का. पर्वत वो सबसे ऊंचा हमसाया आसमान का. वो सुंदरी हमारा वो पासबान हमारा. वो सुंदरी हमारा वो पासबान हमारा. वो सुंदरी हमारा वो पासबान हमारा. सारे जहां से अच्छा हिंदुस्तान हमारा. गोली में खेलती है जिसकी हजारों नाथियाँ. गोली में खेलती है जिसकी हजारों नाथियाँ. गुलशन है जिनके दम से जश के जना हमारा. गुलशन है जिनके दम से जश के जना हमारा. सारे जहां से अच्छा हिंदुस्तान हमारा.
हमारा, सारे जहां से अच्छा हिंदुस्तान हमारा, सारे जहां से अच्छा हिंदुस्तान हमारा, हिंदुस्तान हमारा, हिंदुस्तान